ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോമൊബൈൽ രംഗത്തെ ഭീമന്മാരിൽ ഒരാളായിട്ടുള്ള ഹോണ്ടയ്ക്ക് ടൂ വീലർ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രംഗത്ത് മാത്രമല്ല, ബാറ്ററി രംഗത്തും മറ്റൊരു തരംഗം സൃഷ്ടിക്കാൻ പോവുകയാണ് ഹോണ്ട എന്നത്. സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയുമായി എത്താൻ പോവുകയാണ് ഹോണ്ട. ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സോളിഡ് ഇലക്ട്രോലൈറ്റുകളാണ്. മാത്രമല്ല, ഇതിൽ ലിഥിയം അയൺ ബാറ്ററികൾ ഉള്ള പോലെയുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളായിരിക്കില്ല ഉണ്ടാവുക, മറിച്ച് ഖരരൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളായിരിക്കും ഉണ്ടാവുക. സെറാമിക് അഥവാ സോളിഡ് പോളിമർ ആയിരിക്കും ഇത്തരം ബാറ്ററികളിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുക. ഈ ഒരു പദാർത്ഥമാണ് ഇവയെ വളരെ വേഗത്തിൽ ചാർജ് കയറാനായിട്ട് സഹായിക്കുന്നത്. മാത്രമല്ല, ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുവാനും ഈ ഒരു സോളിഡ് പോളിമറിന് സാധിക്കുന്നതാണ്. ലിഥിയം അയൺ ബാറ്ററികൾ ഒരു സെല്ലിൽ നിന്ന് 3.6 മുതൽ 3.7 വോൾട്ട് വരെയാണ് ലഭിക്കുന്നതെങ്കിൽ, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ അതിൻ്റെ ഇരട്ടി വരെ ലഭിക്കുമെന്നുമാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ കുറഞ്ഞ സൈസിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഇത്തരം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾക്ക് സാധിക്കുന്നതാണ്. ആയതിനാൽ ബാറ്ററിക്ക് വേണ്ടുന്ന സ്പേസ് വാഹനത്തിൽ കുറയ്ക്കുവാനും ഇത്തരം ബാറ്ററികൾക്ക് സാധിക്കുന്നുണ്ട്. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഹോണ്ടയുടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾക്കായിട്ടുള്ള പ്ലാന്റ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും കാറുകളുടെയും ബാറ്ററികൾ ഇവിടെ നിന്ന് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഹോണ്ടയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹോണ്ട പോലുള്ള കമ്പനികൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും വെറുതെ ആവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം ഫ്രണ്ട്സ്.